നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ ഒരു വിഭാഗം പലപ്പോഴും വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ, ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ, ആ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സനാതന ധർമ്മത്തെയും ഒപ്പം തന്നെ ഹൈന്ദവ ദേവതകളെയുമൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതി DMK നേതാക്കന്മാരിൽ നിന്ന് പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. വീണ്ടും അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഉദയനിധി സ്റ്റാലിൻ, അതായത് സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. അത് വലിയ വിവാദമായിരുന്നു. ഇപ്പോഴിത് അടുത്തതായി വരുന്നത് ശ്രീരാമനെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DMKയുടെ തന്നെ ഒരു ചാനലുണ്ട്. ആ DMKയുടെ ചാനലിൻ്റെ അവതാരകയായ ഉമ ഇലക്കിയാണ്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് DMK ചാനലായിട്ടുള്ള കലൈഞ്ചർ TVയിൽ കലൈഞ്ചർ സെയ്തികളിൻ്റെ അവതാരകയാ കൂടിയാണ് ഈ പറയുന്ന ഉമ. ദ്രാവിഡ കഴകം തമിഴർ പേരവൈ, ദ്രാവിഡ കഴകത്തിൻ്റെ തമിഴ് കൗൺസിലറായിട്ടുള്ള ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായ ഉമ ഇലക്കിയ നടത്തിയ ഒരു പ്രസംഗം, അത് വളരെ വലിയ വിവാദത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതായത് രാമരാജ്യത്തെ നാം തകർക്കണം, ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം, രാമരാജ്യമോ ഹിന്ദു രാഷ്ട്രമോ കൊണ്ടുവരുവാൻ അവർ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയാണ്, അത് ബ്രാഹ്മണ രാജ്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നും അയോധ്യയിലെ രാമക്ഷേത്രത്തെ ഇന്ന് എല്ലാവരും പുകഴ്ത്തുന്നുണ്ട് എന്നും, എന്നാൽ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുടെ കൂടെ കള്ളം കുടിച്ച് കിടപ്പറയിൽ കിടന്ന ഒരാളാണ് രാമനെന്നാണ് ഉമ്മയുടെ വാക്യം. നിങ്ങൾ അയാളെയാണോ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാക്കാൻ കാണിച്ചു കൊടുക്കുന്നത് എന്നുകൂടി DMKയുടെ നേതാവ് പറഞ്ഞു വെക്കുകയാണ്. ജീവിക്കുവാനുള്ള ധൈര്യമില്ലാതിരുന്നതിനാൽ അയാൾ തൻ്റെ ആളുകളോടൊപ്പം എന്തു ചെയ്തു എന്ന് വെച്ചാൽ സരയൂ നദിയിൽ മുങ്ങി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അവനെപ്പോലെ ഒരുത്തനെയാണോ മാതൃകയാക്കി നിങ്ങളുടെ മക്കളെ വളർത്താൻ പോകുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണിത്! അതായത് സ്വന്തം ഭാര്യയെ സംശയിച്ച് കാട്ടിലേക്ക് അയച്ചയാൾ ഈ രാമനെ എന്ത് ഉദാഹരണമായിട്ടാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? അയാളൊരു കൊലയാളിയായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരാളിലേക്കാണ് ഈ രാജ്യത്തെ BJP കൊണ്ടുപോകുന്നത് എന്നാണ് DMK അവകാശവാദം. മസ്ജിദ് ഉള്ളിടത്ത് ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉമ ഇലക്കിയ നടത്തിയ വിവാദമായ പ്രസംഗം. എപ്പോഴാണ് ഉമ ഇലക്കിയയ്ക്ക് രാമരാജ്യത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും ഇങ്ങനെയുള്ള അറിവുകൾ ഉണ്ടായത്? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണല്ലോ പലതരത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ പലപ്പോഴും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കൾ പലപ്പോഴും പറഞ്ഞിരുന്നത് ഈ രാമൻ BJPയുടെ രാമനാണ് എന്നാണ്, ഗാന്ധിജിയുടെ രാമനല്ല എന്നാണ്. ഇങ്ങനെ രാമനെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള രാമവർത്തമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും ഭാഗത്തു നിന്ന്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22 നടക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇതിൽ നിന്ന് ആകാതെ പല സ്ഥലങ്ങളിൽ അവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. ശരി, അവരവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള അവകാശം ഭരണഘടന എല്ലാവർക്കും ഉറപ്പ് നൽകുന്നുണ്ട് എന്നുള്ളപ്പോൾ തന്നെ ഇങ്ങനെയാണോ ഒരാളെക്കുറിച്ച് പറയേണ്ടത് എന്നുകൂടി DMKയുടെ ഉമ ഇലക്കിയ മനസ്സിലാക്കേണ്ടതുണ്ട്. രാമൻ 1000 പെണ്ണുങ്ങളോടൊപ്പം കിടക്കുകയും ഒപ്പം തന്നെ കള്ളുകുടിയനുമായിരുന്നു എന്ന് പറഞ്ഞു വെക്കുവാനാണ് ഉമ ഇലക്കിയ ശ്രമിക്കുന്നത്. ഏത് അധ്യായത്തിൽ നിന്നാണ് രാമനെക്കുറിച്ച് ഇങ്ങനെ ഒരു അറിവ് ഉമയ്ക്ക് ലഭിച്ചത്? ഉമ എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ DMKയുടെ ചാനലായിട്ടുള്ള കലൈഞ്ചർ സെയ്തികളിലെ വാർത്താ അവതാരക കൂടിയാണ് ഉമ ഇലക്കിയ എന്ന് പറയപ്പെടുന്ന സ്ത്രീ. ആ സ്ത്രീക്ക് ലഭിച്ച ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. രാമൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം, 1000 സ്ത്രീകളോടൊപ്പം ശയിച്ച ഒരു വ്യക്തി, കള്ളുകുടിയനായ മദ്യത്തിനടിമയായ ഒരു വ്യക്തിയായിരുന്നു രാമന് എന്ന് പറഞ്ഞു വയ്ക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ രാമനെയാണോ നിങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പോകുന്നത്? മാതൃകാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഇയാളെപ്പോലുള്ളവരെ തകർക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ BJPയുടെ ലക്ഷ്യമായ രാമരാജ്യം എന്നുള്ളത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ആ രാമരാജ്യത്തെ തകർക്കുക തന്നെ വേണമെന്ന് ഉമ ഇലക്കിയ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ആർക്കും ആരെക്കുറിച്ചും എന്തും പറയുവാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അത്തരത്തിലൊരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളപ്പോൾ തന്നെ എന്ത് പറയണം, അത് എങ്ങനെ പറയണം, എവിടെ പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൂടി അവരവർക്കുണ്ട് എന്ന് മറന്നു പോകരുത്. മര്യാദകൾ ലംഘിച്ചുകൊണ്ടാകരുത് ഒരു പ്രസംഗങ്ങളും.
മര്യാദ രാമനെന്ന് വളരെ കൃത്യമായി പറയപ്പെടുന്ന ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് നടത്തുന്ന പ്രസംഗ പരമ്പര അത് നിർത്തേണ്ട കാലം കടന്നുപോയി കഴിഞ്ഞുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള കരുത്ത്, അറിവ് എങ്കിലും ഇനിയെങ്കിലും DMK-യുടെയും ആ DMK-യോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ടാകേണ്ടതാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തിരുത്തുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഉമ ഇലക്കിയ മാത്രമല്ല, സ്റ്റാലിൻ്റെ മകൻ, ഇനി ഏത് സ്റ്റാലിൻ്റെ മകനാണെങ്കിലും ശരി, റഷ്യയിലെ സ്റ്റാലിൻ്റെ മകനാണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനം പറയാൻ വന്നാൽ അവനെ തകർക്കുവാനുള്ള കരുത്ത് ഇവിടെയുള്ള രാമഭക്തർക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുകൂടി പറയേണ്ടി വരുന്നു. നിങ്ങൾ BJP-യെയോ രാഷ്ട്രീയ കക്ഷികളെയോ എന്തുവേണോ പറഞ്ഞുകൊള്ളൂ, പക്ഷേ ഭക്തരെ, രാമനെ സേവിക്കുന്ന, രാമനെ ആഗ്രഹിക്കുന്ന, രാമനെ ആരാധിക്കുന്ന ഭക്തരെ അവർക്ക് കുറിക്കുകൊള്ളുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മറുപടികൾ പറയാതിരിക്കുക. പറഞ്ഞാൽ ജനം നിങ്ങളെ വഴിയിൽ തടയും. അവർ നിങ്ങളെ അവഹേളിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനുള്ള കരുത്തും കെൽപ്പും ഉണ്ടാകില്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ.